മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പെരിങ്ങാല മേഖല കായംകുളം നഗരസഭ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാമത് ചരമവാർഷിക ദിനാചരണം കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പെരിങ്ങാല മേഖല കായംകുളം നഗരസഭ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കേരളത്തിൽ 7 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി കേരളത്തിന്റെ മുഖ്യമന്ത്രി തലത്തിൽ വരെ എത്തിച്ചേർന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതാണ്. 1970 മുതൽ 2023 വരെ 12 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 53 വർഷക്കാലം ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി സാർ മാത്രമാണ്. ആ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അടക്കം, കൊച്ചി മെട്രോ അടക്കം, കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം പോർട്ട് തുറമുഖം അടക്കമുള്ള കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പ് നൽകിയ ശ്രീ ഉമ്മൻചാണ്ടി സാർ. നഗരസഭാ കൗൺസിലർ അൻസാരി കോയിക്കലേത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ സ്നേഹിയായ രാഷ്ട്രീയ നേതാവുമായിരുന്ന പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ഓർമ്മ ദിനം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുസ്മരിച്ചുകൊണ്ട് ദേശവ്യാപകമായി തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനം ആചരിക്കുകയാണ്. കേരളത്തിൽ KPCCയുടെ നേതൃത്വത്തിൽ കോട്ടയത്തും, ആലപ്പുഴയിൽ DCCയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിലും, കായംകുളത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിലൂടെ കൂട്ടായി ചേർന്ന് അതിവിപുലമായ മെഗാ മെഡിക്കൽ ക്യാമ്പ് അടക്കം, അതുപോലെ തന്നെ വൈകിട്ട് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP കാദിശ ഓഡിറ്റോറിയത്തിൽ പരിപാവനമായ ദേവാലയ മുറ്റത്തെ പന്തലിൽ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. ഞാനിത് സൂചിപ്പിക്കുവാൻ കാരണം, കായംകുളത്തെ 185 ബൂത്തുകളിലും അതുപോലെ തന്നെ 18 മണ്ഡലങ്ങളിലും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2 ബ്ലോക്ക് കമ്മിറ്റികളും വളരെ അതിവിപുലമായ രീതിയിൽ പതാക ഉയർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച് പുഷ്പാർച്ചന നടത്തി ഇന്ന് രാവിലെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയൻ ആദർശങ്ങളും മൂല്യങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് 60 വർഷക്കാലം കേരളത്തിന്റെ പൊതുരംഗത്ത് നിർഭയനായി സാധാരണക്കാരനായി നടന്നു നീങ്ങി നമ്മളെ വേർപെട്ട ശ്രീ ഉമ്മൻചാണ്ടി 1 വർഷം പൂർത്തിയാക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷ്മാചാര്യരായിരുന്ന ശ്രീ K കരുണാകരന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് വയലിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നദീർ, നേതാക്കളായ Y അബ്ദുൾ റഷീദ്, S വിജയാനന്ദ്, സാം ഐസക്, സയ്യിദ് കോയിക്കലേത്ത്, ജെയിംസ് കടവിൽ, ഷെരീഫ് കൂട്ടിൽ, ഷറഫ് പട്ടന്റെ പറമ്പിൽ, കാർത്തികേയൻ നെടുന്തറയിൽ, സൈഫുദ്ദീൻ, ഷിൻസി മൻസിൽ, നിസാർ കോയിക്കലേത്ത്, സണ്ണി കണ്ണങ്കര പടിയിട്ടതിൽ, തോമസ് കോശി ചക്കാലയിൽ, ഷറഫുദ്ദീൻ മുല്ലക്കൽ, ബാബു തുമ്പുകൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.